ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്നത്തെ നമ്മളെ ടോപ്പിക് എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. ടൈം മാനേജ്മെന്റ് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കും. കാരണം നമ്മളെല്ലാവരും ഒരു വിദ്യാർത്ഥി ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ടൈമിനെ കുറിച്ചിട്ട് നല്ല അവബോധമുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് കൂടുതലൊന്നും പറയേണ്ടി വരില്ല. പക്ഷെ ഞാൻ അതിലെ കുറച്ച് ഡിഫറെന്റ് ഒരു മൈൻഡ് ലെവൽ ഡിഫറെന്റ് പെർസ്പെക്റ്റീവിനെ കുറിച്ചിട്ട് പറയാനും പിന്നെ ലാസ്റ്റിലേക്ക് കുറച്ച് എന്തൊക്കെയാണ് നമുക്ക് ഇൻ കേസ് ഇനിയിപ്പോൾ ആർക്കെങ്കിലും ടൈം മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കുറച്ച് ടിപ്സ് പറയാനാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ, ഈ ടൈം മാനേജ്മെന്റ് എന്നാണ് ഞാൻ ടോപ്പിക് കൊടുത്തതെങ്കിൽ കൂടി ആഹ് ഈ ടൈമിനെ നമുക്ക് ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ശരിക്കും തെറ്റല്ലേ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലെ? ടൈമിനെ ശരിക്കും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ബോബ് പ്രോക്ടർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് പ്രോക്ടർ പറയുന്നതല്ല, ബോബ് പ്രോക്ടറെ മെന്ററായ ഏൾ നൈറ്റിംഗിൾ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് ഈ ഏൾ നൈറ്റിംഗിൾ ഭയങ്കര എന്താ പറയാ, സിസ്റ്റമാറ്റിക് ആണ്, ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ആളാണ്. അപ്പൊ ആളൊരു ടു ഡു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഫുൾ പക്ക ആയിട്ട് ചെയ്ത് തീർക്കും. അപ്പൊ ഇതിലിങ്ങനെ വളരെ അതിശയപ്പെട്ടിട്ട് നമ്മളെ ബോബ് പ്രോക്ടർ ഒരിക്കലും ചോദിക്കുന്നുണ്ട് ഈ മെൻറ്ററോട്, നിങ്ങൾ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുന്നു, എങ്ങനെ ഇത് ചെയ്തെടുക്കുന്നു എന്നുള്ളത്. അപ്പൊ ഈ നൈറ്റിങ്ങൾ പറയുന്ന കാര്യമുണ്ട്, ഞാൻ ഒരിക്കലും എന്റെ ടൈമിനെ മാനേജ് ചെയ്യാൻ പോവാറില്ല. ഒരിക്കലും ഞാൻ എന്റെ ടൈമിനെ മാനേജ് ചെയ്യാൻ പോവാറില്ല. ബട്ട് ഞാൻ മാനേജ് ചെയ്യൽ എന്റെ ആക്ടിവിറ്റീസിനെയാണ്. അത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് ബോബിന് തോന്നി. കാരണം എന്താ വെച്ചാൽ അത് കറക്റ്റ് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മള് എല്ലാവർക്കും 24 hours ആണുള്ളത്. നമുക്ക് രാത്രിനെ നമുക്ക് പകലാക്കാൻ പറ്റില്ല. പകലിലുള്ള ഒരു ചെറിയ ഭാഗം നമുക്ക് രാത്രി എടുത്തു വെക്കാനും പറ്റില്ല. കാരണം ടൈം ഇസ് സെയിം ഫോർ എവറി വൺ. അതേപോലെ തന്നെ പകൽ എപ്പോഴും പകലായിരിക്കും എല്ലാവർക്കും, രാത്രി എപ്പോഴും എല്ലാവർക്കും രാത്രി തന്നെ ആയിരിക്കും. അതിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. സോ നമ്മൾ ടൈമിനെ മാനേജ് ചെയ്യുന്നതിനേക്കാള് ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആക്ടിവിറ്റീസിനെ മാനേജ് ചെയ്യലാണ്. അതാണ് ആക്ച്വലി കറക്റ്റ് വേർഡ് എന്ന്. പക്ഷെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ടൈം മാനേജ്മെന്റ് എന്നതായതുകൊണ്ടാണ് ഞാനും ഇത് ഉപയോഗിച്ചത്. പക്ഷെ എനിക്കത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം, ആക്ച്വലി വി ആർ മാനേജിങ് അവർ ആക്ടിവിറ്റീസ്. നമ്മൾ ടൈമിനെ അല്ല നമ്മൾ മാനേജ് ചെയ്യുന്നത്, വി ആർ മാനേജിങ് അവർ ആക്ടിവിറ്റീസ്. അപ്പം ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ടൈമിനെ മാനേജ് ചെയ്യാൻ പോയാൽ നമുക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. പകരം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് അന്ന് ചെയ്ത് തീർക്കേണ്ട ആക്ടിവിറ്റീസിലേക്കാണ്, നമ്മൾ അന്ന് എഴുതി വെച്ച ഗോളിലേക്കാണ്. അപ്പൊ ആ ഗോൾസിനെ മാനേജ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി നമ്മുടെ ആ ദിവസം നമുക്ക് തോന്നുക ഞാൻ ഏറ്റവും നന്നായിട്ട് ഞാൻ എൻ്റെ സമയത്തെ വിനിയോഗിച്ചു എന്ന് ഏറ്റവും നന്നായിട്ട് ഒരാൾക്ക് തോന്നുക നമ്മൾ ആ ആക്ടിവിറ്റീസിനെ മാനേജ് ചെയ്യുമ്പോഴാണ്. അല്ലെ? ടൈമിനെ ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ആക്ടിവിറ്റീസിനെ ഏറ്റവും നന്നായിട്ട് മാനേജ് ചെയ്യുമ്പോൾ അയാൾക്ക് അന്ന് നല്ല സാറ്റിസ്ഫാക്ഷനോട് കൂടി ഒരു ഫുൾഫിൽമെന്റോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അന്ന് ഉറങ്ങാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് പറയുന്ന ഒരു കാര്യമാണ് ടൈം ഈസ് എ ഫീലിംഗ് എന്നുള്ളത്. നമ്മളിപ്പോ ഒരു ബസ് സ്റ്റോപ്പിൽ കയറി ബസ് കയറാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കാന്ന് വിചാരിച്ചോളൂ. അപ്പൊ 5 മിനിറ്റ് ആയി, ബസ് വരുന്നില്ല. അപ്പൊ തന്നെ നമുക്കൊരു ഫ്രസ്ട്രേഷൻ വരാൻ തുടങ്ങും അല്ലെ? പണ്ടത്തെ പോലെ കുറേ കാലമൊന്നും കാത്തു നിൽക്കാനുള്ള ക്ഷമയൊന്നും നമുക്കില്ല. നമുക്ക് അവിടെ പോകുന്നു, ബസ് വരുന്നു, കയറുന്നു, സ്ഥലത്തെത്തുന്നു, അത്രയും സ്പീഡിൽ നമുക്ക് കാര്യങ്ങളൊക്കെ നടന്നു പോകണം. ഓക്കെ. അപ്പൊ ഈ ഒരു ക്ഷമ നമുക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ടപ്പ ഇൻസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ നടക്കണം എന്നുള്ളത് കൊണ്ടും നമ്മൾ അവിടെ എന്താ ചെയ്യുക, നമുക്ക് ആ ഒരു 5 മിനിറ്റ് ആണെങ്കിൽ കൂടി നമുക്കത് ഭയങ്കര ലോങ് ആയിട്ട് തോന്നും അല്ലെ? ആ 5 മിനിറ്റ് കുറച്ചൊക്കെ നമ്മളൊന്ന് ക്ഷമിച്ചിരിക്കും. പിന്നെ അതൊരു 10 മിനിറ്റിലേക്ക് നീളുമ്പോൾ ആ 10 മിനിറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു മണിക്കൂറിലേക്കായിട്ട് അത് നമുക്ക് തോന്നും. അതിന്റെ ദൈർഘ്യം നമുക്ക് മണിക്കൂറായിട്ട് തോന്നും. സോ ഈ ഒരു കാത്തിരിപ്പിന് നമുക്ക് ലോങ് ഡ്യൂറേഷൻ ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് നമ്മളെ ഫ്രണ്ട്, അതായത് കുറെ കാലം നമ്മൾ കാണാത്ത ഒരു ഫ്രണ്ട്, വളരെ കണ്ടപ്പോൾ സന്തോഷം തോന്നിയ ഒരു ഫ്രണ്ടിനെ നമ്മൾ മീറ്റ് ചെയ്യാണ് ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട്. അപ്പൊ ആ മീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമായി, ഫ്രണ്ടിന് ഭയങ്കര സന്തോഷമായപ്പോൾ നമ്മൾ ഭയങ്കര ഇന്ററാക്ഷൻ, സുഖല്ലേ, എന്താണ്, എങ്ങനെയാണ്, എവിടാണ്, ഇപ്പൊ എന്താ സ്ഥിതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര സംസാരം. അതൊരു 5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 10 പോട്ടെ, 5 പോട്ടെ, അത് പറയുമ്പോൾ കുറച്ച് കുറവായി പോകും. നമ്മളൊരു 20 മിനിറ്റ് സംസാരിച്ചു എന്ന് വിചാരിച്ചോളൂ. പക്ഷെ നിങ്ങൾ കുറെ കാലം കഴിഞ്ഞ ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സംസാരിച്ച് തീരുന്നുണ്ടാവില്ല. അത്രക്കും വാതോരാതെ നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടാവും. ആ ഒരു സമയത്താണ് നിങ്ങളെ ബസ് വന്നെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളെ ഫ്രണ്ടിനോട് പറയും? ഓ, എത്ര പെട്ടെന്നല്ലേ സമയം പോയത്, ബസ് ഇതാ വന്നു, ഞാൻ സമയം പോയത് അറിഞ്ഞില്ല എന്ന് പറയും. യു സി,
20 മിനിറ്റ് നിങ്ങൾ സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് സമയം തികഞ്ഞില്ല, നിങ്ങൾക്ക് സമയം മതിയായില്ല, നിങ്ങൾ പറഞ്ഞ സമയം പെട്ടെന്ന് പോയി എന്ന് പറയും. പക്ഷെ അതേസമയം ഈ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് കാത്തു നിൽക്കാൻ നിങ്ങൾക്ക് ക്ഷമ ഉണ്ടായിരുന്നില്ല. ആ കാത്തിരിപ്പ് നിങ്ങൾക്ക് ഒരു വർഷത്തോളം അല്ലെങ്കിൽ ഒരു മണിക്കൂറോളം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. ഇപ്പൊ ആണെങ്കിൽ നമ്മൾ മൊബൈൽ ഫോണൊക്കെ എടുത്ത് നോക്കുമായിരിക്കും, പക്ഷെ എന്നാലും കുറെ സമയമായല്ലോ സമയമായല്ലോ എന്നുള്ള നമുക്കൊരു ഫീലിംഗ് ഇങ്ങനെ ഉണ്ടാവും. സോ ഈ രണ്ട് ഇൻസ്റ്റൻസിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും അല്ലെ, ടൈം ഈസ് എ ഫീലിംഗ് എന്നുള്ളത്. നമ്മൾ എന്ത് ഫീലിംഗ് ആണോ ആ ഒരു ഇൻസ്റ്റൻസിന്, ആ ഒരു സമയത്ത് നമ്മൾ കൊടുക്കുന്നത്, ആ ഫീലിംഗ് ആണ് നമുക്ക് ആ സമയത്തെ നമുക്ക് അങ്ങനെ അനുഭവിക്കാൻ പറ്റുക എന്നുള്ളതാണ്. സോ ഈ അനുഭവം നമുക്ക് എത്രത്തോളം നന്നാക്കണോ, നമ്മൾ നല്ല ഫീലിംഗോട് കൂടി ഇരുന്നാൽ മതി. അപ്പോൾ ടൈമിനെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് അനുഭവിച്ചെടുക്കാൻ പറ്റും. ഈ ടൈം ഇസ് വെരി ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ കാരണം അതാണ്. അപ്പൊ നമ്മള് ഈ ടൈമിന് നല്ല രീതിയിൽ ഫീലിങ്സ് കൊടുത്തിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ കോഴ്സ് നമുക്ക് എപ്പോഴും നല്ല സമയമുള്ളതായിട്ടും തോന്നും, ബോറടിക്കില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ അതായത് നമ്മളെ ടൈം ഈസ് റിലേറ്റഡ് ടു അവർ സെൽഫ് ലവ് എന്നെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാല് പിന്നെ നമ്മളെ സ്വന്തം വീട്ടിൽ ഒരു കല്യാണം ഉണ്ടെന്ന് വിചാരിച്ചു. സ്വന്തം വീട്ടിൽ ഒരു കല്യാണം ഡേറ്റ് ഫിക്സ് ചെയ്തു, ഇന്ന മാസത്തിലാണെന്നും ഫിക്സ് ചെയ്തു. അപ്പൊ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ന് നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങും. ചിലപ്പോൾ മാസങ്ങൾക്ക് മുന്നേ നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങില്ലേ, നല്ല ഡ്രസ്സ് ഇടണം, നല്ല ചെരുപ്പ് വാങ്ങണം, ഓർണമെന്റ്സ് ഇടണം. അത് ബ്രൈഡിനോ ബ്രൈഡ് ഗ്രൂമിനോ വേണ്ടിയിട്ട് മാത്രമല്ലതല്ല, ആ ഫാമിലിയിലുള്ള എല്ലാവരും, ആ കുടുംബത്തിലുള്ള എല്ലാവരും ഒരുങ്ങാൻ തുടങ്ങും അല്ലെ. എന്നോ ചിന്തിക്കാൻ തുടങ്ങും, ഇന്ന് കളർ കോഡ് ഇടണോ, എത്ര ദിവസം വേണം, എന്തൊക്കെ ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് വിത്ത് മൈന്യൂട്ട് ഡീറ്റെയിലിങ്ങിന് നമ്മൾ ഓരോന്ന് ചിന്തിച്ചെടുത്ത് അത് ചെയ്ത് പ്രാവർത്തികമാക്കും. എന്തിനു വേണ്ടിയിട്ട്? ഇപ്പൊ ഒരു ദിവസത്തെ കല്യാണമാണെങ്കിൽ, ഇപ്പൊ ഒരു ദിവസത്തെ കല്യാണം ഉണ്ടാവലില്ല, എന്നാലും ഞാൻ പറയാണ്, ഒരു ദിവസത്തെ കല്യാണമാണെങ്കിൽ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ മാസങ്ങൾക്ക് മുന്നേ നമ്മൾ ചിന്തിച്ച് കൂട്ടി നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടാവും. ഈ ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. അപ്പൊ ആ 24 മണിക്കൂർ നമ്മൾ ഫുൾ ടൈം ഓൺ ആയിരിക്കില്ലല്ലോ, നമ്മൾ കുറച്ച് ഭാഗം കുറച്ചാലും ഒരു 10-12 മണിക്കൂർ എന്ന് കിട്ടിക്കൊള്ളി. അപ്പം ഈ ഒരു 10-12 മണിക്കൂറുള്ള ഈ ഒരു കല്യാണ പരിപാടിയിലേക്ക് അന്ന് ഒരുപാട് ആളുകൾ അവിടെ എത്തിച്ചേരും അല്ലെ. ഒരുപാട് ആളുകളുടെ പ്രസൻസ് ഉണ്ടാവും, ഒരുപാട് ആളുകൾ വരുന്നതും. അപ്പൊ ഈ ആളുകൾ വരുമ്പോൾ നമ്മൾ ഏറ്റവും നന്നായിട്ടായിരിക്കും നമ്മൾ നമ്മളെ പ്രസന്റ് ചെയ്യുക അല്ലെ. ബിക്കോസ് ആ ഒരു സമയത്ത് ഇത്രയും കുറെ ആളുകൾ വരുന്നത് കൊണ്ട് അതിൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് എനിക്ക് എന്നെ അവിടെ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും നന്നായിട്ട് ഇവന്റ് നമ്മൾ ഓർഗനൈസ് ചെയ്യും, നമ്മളെ നന്നായിട്ട് ഒരുക്കും, മണ്ഡപം ഒരുക്കും, ഹാൾ ഒരുക്കും, എല്ലാ കാര്യങ്ങളും ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ തന്നെ നമ്മൾ അത് ചെയ്തെടുക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എന്തിനാ ഇത് ചെയ്യുന്നത്? ഒന്ന്, നമ്മളെ ലൈഫ് ചിലപ്പോൾ നമ്മളെ സ്വന്തം ലൈഫിൽ ഇമ്പോർട്ടന്റ് ഡേ ആയിരിക്കും, അതല്ലെങ്കിൽ നമ്മളെ വീട്ടുകാരിലെ ഒരാളുടെ ഇമ്പോർട്ടന്റ് ഡേ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിലെ ഒരു ഇമ്പോർട്ടന്റ് ഡേ ആയിരിക്കും. അതല്ലാതെ നമ്മൾ ഇത്രയും ഇമ്പോർട്ടൻസ് ആ ഒരു ഡേക്ക് അല്ലെങ്കിൽ അത്രയും സമയത്തിന് നമ്മൾ കൊടുക്കാൻ കാരണം എന്താണ്? കാരണം അത്രയും ആൾക്കാർ അവിടെ വരുന്നുണ്ട് എന്നുള്ളത് അല്ലെ. അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അത്രയും ആൾക്കാർ അവിടെ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരുക്കങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ഒരുക്കങ്ങൾ ചെയ്യുന്നതിലൂടെ അത്രയും ആൾക്കാരുടെ മുന്നിൽ എന്നെ ഏറ്റവും ബെസ്റ്റ് പ്രസന്റ് ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ, അവർക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം, അവർ ഏറ്റവും ബെസ്റ്റ് അവർക്ക് കാണണം എന്ന് നമ്മൾ ഇന്റൻഷൻ വെക്കുമ്പോൾ, ആക്ച്വലി നമ്മൾ എവിടേക്കോ നമ്മൾ അറിയാതെ തന്നെ അവർക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതല്ലേ. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആയി പോകുന്നില്ല എവിടേക്കോ നമ്മൾ ആ ചെയ്ത് കൂട്ടുന്നതൊക്കെ. അപ്പൊ ഇതല്ലാത്തൊരു സിനാരിയോ നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ കല്യാണം അല്ലാത്ത പിറ്റേ ദിവസം അല്ലെങ്കിൽ വേറൊരു സാധാ ഒരു ദിവസം എടുത്ത് നോക്കും. വീട്ടിലൊന്നും ചെയ്യാനില്ലെങ്കിൽ നിങ്ങളുടെ കോലം എന്തായിരിക്കും? നമ്മൾ സാധാ ഡ്രസ്സിൽ മുടിയൊക്കെ അഴിച്ചിട്ട് തോന്നിയ പോലെ ഇങ്ങനെ നടക്കുകയായിരിക്കും. ആരും കാണാനുമില്ല, ആരും വരാനുമില്ല, നമുക്കൊന്നും ചെയ്യാനുമില്ല. എന്തിനേറെ എന്തിനോ തിളക്കുന്ന സാമ്പാർ എന്ന് പറയും പോലെ നമ്മളിങ്ങനെ നടക്കുന്നുണ്ടാവും. ഇപ്പൊ നമ്മളെ വീട്ടിലും പാരന്റ്സ് ഉണ്ടാവുമായിരിക്കും, അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമായിരിക്കും. അവരൊന്ന് കണ്ടാലും നമുക്ക് പ്രശ്നമല്ലല്ലോ. അപ്പം നമ്മളിങ്ങനെ എന്തോ ഹാലിൽ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അപ്പം ഇവിടെ ആക്ച്വലി ഇവിടെയും സമയമുണ്ട്, അവിടെയും സമയമുണ്ട്. പക്ഷെ ആ സമയത്തിനെ നമ്മൾ എന്തുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആക്കി വെക്കുന്നു, ആ സമയത്തിന് നമ്മൾ എന്തുകൊണ്ട് മൂല്യം കൊടുക്കുന്നു? ബിക്കോസ് അവിടെ കുറെ ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ സ്വന്തം വീട്ടിൽ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടത്തെ കുറച്ച് നമ്മൾ മാത്രല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ പാർട്ട്ണർ ആണെങ്കിലോ എന്നും കാണുന്ന മനുഷ്യന്മാരും, കുട്ടികളാണെങ്കിലും ഇവർക്ക് നമ്മൾ എന്താണെന്ന് അറിയാം, ഇനി പാരന്റ്സ് ആണെങ്കിലും ഇവർ ജനിച്ചന്ന് മുതലേ ഇവർ നമ്മളെ കാണും. സോ ഇവിടെ നമ്മൾ ആ ഒരു സമയത്തിന് നമ്മൾ, നിങ്ങൾ തോന്നുന്നുണ്ടോ, നമുക്ക് അറിയുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ സോ വി ക്യാൻ ഡു വാട്ട് എവർ വി ലൈക്ക്, ഇനി വി വിഷ് എന്നുള്ള മൂഡിലാണ് നമ്മൾ നടക്കുക. പക്ഷെ ആ ഒരു സമയത്ത് പെട്ടെന്ന് വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ നിങ്ങൾ വേഗം പോയി പെട്ടെന്ന് വീടൊക്കെ ക്ലീൻ ആക്കി
സ്വയം നന്നായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഓടിച്ചാടി വരും അല്ലെ? ഓടി എല്ലാം ഭംഗിയിൽ വെക്കും, നിങ്ങളെ തന്നെ നിങ്ങളെ ഭംഗിയിൽ വെക്കും. അപ്പൊ അവിടെ എന്താണ് ആ ഒരു ഡിഫറൻസ് വരുന്നത്? അഗെയിൻ വേറൊരാള് പുറത്ത് നിന്ന് ഒരാൾ വരുമ്പോൾ വി മേക്ക് ദാറ്റ്, നമ്മൾ നമ്മളെയും ബ്യൂട്ടിഫുൾ ആക്കും, നമ്മുടെ വീടിനെയും നമ്മൾ ബ്യൂട്ടിഫുൾ. അപ്പൊ വേറൊരാള് വരുമ്പോഴാണ് നമ്മൾ സമയത്തിന് ഒന്ന് വേറെ വേറെ കുറെ കാര്യങ്ങൾ ഇതിലൂടെ പോകാനുണ്ട്, പക്ഷെ എനിക്ക് ഈ ഒരു സമയത്തുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഇങ്ങനൊക്കെ തോട്ട്സ് വന്നപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പൊ വേറൊരാൾ വരുമ്പോൾ നമ്മൾ ആ സമയത്തിന് മൂല്യം കൊടുത്ത് നമ്മൾ നമ്മളെ നന്നായിട്ട് ഒരുക്കുകയാണ് ചെയ്യുന്നത്, നമ്മൾ നന്നായിട്ട് നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പോൾ ആക്ച്വലി അവിടെ ആ ഒരു സമയത്തിന് നമ്മൾ വില കൽപ്പിക്കുന്നില്ല എന്നുള്ളത് തന്നെ. അതായത് ഈ കല്യാണ ദിവസമായാലും അല്ലാത്ത ദിവസമായാലും നമ്മൾ എല്ലാവർക്കും കിട്ടുന്ന സമയം ഒന്നാണെങ്കിൽ കൂടി നമ്മൾ സമയത്തിന് നമ്മൾ മൂല്യം കൊടുക്കുന്നില്ല. സമയത്തിന് നമ്മൾ മൂല്യം കൊടുക്കുന്നില്ല. ആ സമയത്തിന് മൂല്യം കൊടുക്കാത്ത സമയത്ത് നമ്മൾ നമുക്കും മൂല്യം കൊടുക്കുന്നില്ല, അല്ലെ? അപ്പൊ കുറെ ആൾക്കാർ വരുമ്പോൾ നമ്മൾ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, ബിക്കോസ് നമ്മൾ ആ സമയത്തിന് മൂല്യം കൊടുക്കുന്നു, നമുക്കും മൂല്യം കൊടുക്കുന്നു. എന്നാൽ ഒന്നും ചെയ്യാനില്ലാതെ വീട്ടിൽ വെറുതെ ഇരിക്കാം, വി ഡോണ്ട് ഹാവ് എനി പ്ലാൻസ്, വി ഡോണ്ട് ഹാവ് എനി ഗോൾസ്, നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, ചിന്തിക്കാനില്ല, ഒന്നും ഇല്ലാതെ നിൽക്കുമ്പോൾ ആക്ച്വലി വി ആർ നോട്ട് പ്രയോറിറ്റൈസിങ് അവർ ടൈം. നമ്മുടെ സമയത്തെയാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാത്തത്, നമ്മുടെ സമയത്തിനാണ് നമ്മൾ വാല്യൂ കൊടുക്കാത്തത്. നമുക്ക് ഒരുപാട് ഡ്രീംസിനെ കുറിച്ച് ആലോചിക്കാം, നമുക്ക് ഒരുപാട് ഗോൾസ് സെറ്റ് ചെയ്യാം, ഇതൊന്നും ചെയ്യാതെ, ഇതൊന്നും ചിന്തിക്കാതെ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നമ്മുടെ സമയമാണ്, എന്റെ സമയമാണ്. ഈ സമയത്തിന് ഞാൻ വാല്യൂ കൊടുക്കാതെ, അതിന്റെ പ്രഷ്യസ്നെസ് മനസ്സിലാക്കാതെ നമ്മൾ വെറുതെ ഈ സമയം പാഴാക്കുമ്പം ആക്ച്വലി നമുക്ക് തന്നെ നമ്മൾ വാല്യൂ കൊടുക്കുന്നില്ല, നമുക്ക് തന്നെ നമ്മൾ പ്രഷ്യസ് ആണെന്ന് ഫീൽ ചെയ്യുന്നില്ല. ഇത് എന്ത്, ദാറ്റ് ഈസ് ബിക്കോസ് വി ഡോണ്ട് ഹാവ് സെൽഫ് ലവ്. നമുക്ക് ഒരു ലാക്കിംഗ് ഉണ്ട്, നമ്മളോട് തന്നെ ഒരു സെൽഫ് ലവ് ലാക്കിംഗ് ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. കാരണം നിങ്ങളൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ എടുത്തു നോക്കിയാൽ അവരൊരിക്കലും ഈവൻ ഒരു ഓഫ് ഡേ പോലും അവർ വേസ്റ്റ് ആക്കില്ല. ഓഫ് ഡേ പോലും അവർ വേസ്റ്റ് ആക്കില്ല. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവർ യൂട്ടിലൈസ് ചെയ്യും, ഏറ്റവും ബെസ്റ്റ് ആയിട്ട്, ഏറ്റവും ഡിസിപ്ലിൻഡ് ആയിട്ട് തന്നെ അവർ അത് കൊണ്ടുപോകുന്നുള്ളതാണ്. ബിക്കോസ് ദേ നോ ദ പ്രഷ്യസ്നെസ് ഓഫ് ദ ടൈം. ആ ടൈമിനെ കുറിച്ചിട്ടുള്ള മൂല്യം, വാല്യൂ അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവർ എപ്പോഴും വെക്കും, ബിക്കോസ് ദേ വാല്യൂ ദംസെൽസ്. ഇത് ഈ സമയം പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടില്ല. വൺസ് ദ ടൈം ഹാസ് ഗോൺ, ഇറ്റ് ഇസ് ഗോൺ ഫോർ എവർ. അപ്പം എനിക്ക് അലോട്ട് ചെയ്ത്, എല്ലാവർക്കും അലോട്ട് ചെയ്ത് തന്ന പോലെ ആ 24 hours എനിക്കും കിട്ടിയിട്ടുണ്ട്. ആ 24 hours എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വാല്യൂഡ് ആണ്, മുഖ്യമാണ്, പ്രഷ്യസ് ആണ് എന്ന് തിരിച്ചറികൊണ്ട് അതിന് നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ വി യൂട്ടിലൈസ് ഇറ്റ് ഇൻ അവർ ദ ബെസ്റ്റ് പോസിബിൾ വേ. ഏറ്റവും ബെസ്റ്റ് പോസിബിൾ വേയിലാണ് നമ്മൾ അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിന് നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ, പ്ലാൻ ഉണ്ടെങ്കിൽ, ഡ്രീം ഉണ്ടെങ്കിൽ, നമ്മൾ ഒരിക്കലും നമ്മളെ സമയത്തിന് വേറെ രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യില്ല. ഇതൊരു സെൽഫ് ലവിന്റെ റിഫ്ലക്ഷൻ തന്നെയാണ്. നമുക്ക് നമ്മളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്, നമുക്ക് നമ്മളെ സ്നേഹമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ടൈമിനും നമുക്ക് ലവ് ചെയ്യാൻ പറ്റാതും വാല്യൂ ചെയ്യാൻ പറ്റുന്നതും ആ ടൈമിൽ നമുക്ക് സെറ്റ് ചെയ്യേണ്ട, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളിൽ നമുക്ക് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാനും പറ്റാതെ. ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് എ റിഫ്ലക്ഷൻ ഓഫ് ദി സെൽഫ് ലവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, ഇൻ ദ സ്പിരിച്വൽ ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ, ഈ സെൽഫ് ലവ് നല്ല ഉള്ള ആൾക്കാർ ദേ വാല്യൂ ദെയർ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റിൽ അവർ ചിന്തിക്കുമ്പോൾ അവർക്കറിയാം സമയത്തിന് അതിൻ്റെതായ കോൺഷ്യസ്നെസ് ഉണ്ട്, സമയത്തിന് അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ട് എന്നറിയാം. സോ അവരെന്നും നേരത്തെ എഴുന്നേൽക്കും. ഇതിപ്പോ സ്പിരിച്വൽ ആസ്പെക്റ്റിൽ മാത്രമല്ല കേട്ടോ, ഈവൻ ഇപ്പോൾ ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ പോലും കൂടുതൽ സമയത്തിന് വേണ്ടിയിട്ട് അവർ നേരത്തെ എഴുന്നേൽക്കും. ഇനി സ്പിരിച്വൽ ആസ്പെക്റ്റിൽ വരികയാണെങ്കിൽ പോലും ഇവർക്ക് ഏറ്റവും നേരത്തെ എഴുന്നേറ്റ് ഏറ്റവും നേരത്തെ ഉറങ്ങുന്ന ഒരു ശീലമായിരിക്കും ഉണ്ടാവുക, ബിക്കോസ് ദേ ആർ നോയിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ടൈം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലോകത്ത് മാത്രമല്ല നമ്മുടെ ജീവിതം, ദർ ഇസ് എ ജീവിതം ഹിയർ ആഫ്റ്റർ, അതായത് ഒരു ലൈഫ് ഹിയർ ആഫ്റ്റർ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അവരെന്ത് ചെയ്യും വെച്ചാൽ അവരെ ലൈഫ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ സെറ്റ് ചെയ്ത് വെക്കും. രാവിലെ എഴുന്നേക്കും, അവർ സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യും. ഇതേപോലെ തന്നെ ഓരോ, ഇപ്പം മുസ്ലിംസ് ആണെങ്കിൽ അവർക്ക് 5 നേരം നിസ്കാരങ്ങൾ ഉണ്ടല്ലോ. ഓരോ സമയത്ത് ആ കറക്റ്റ് കറക്റ്റ് ടൈമിന് അവർ പോയി ചെയ്യും. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ബിക്കോസ് ദേ ബിലീവ് ഇൻ എ ലൈഫ് ഹിയർ ആഫ്റ്റർ. അപ്പൊ ഹിയർ ആഫ്റ്ററിൽ പോയിട്ടും എനിക്ക് എന്നെ ബെസ്റ്റ് ആക്കി വെക്കണം, എനിക്ക് ഏറ്റവും നല്ലത് കിട്ടണം എന്ന ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ തന്നെ അവരത് പ്രാക്ടീസ് ചെയ്യണം, ഇവിടെ തന്നെ അവരത് പ്രാക്ടീസ് ചെയ്ത് അവർക്ക് തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പം ഇവിടെ മാത്രമല്ല, ഹിയർ ആഫ്റ്ററിലും കൂടെ അവരവരെ കരുതിയാണ്, സ്നേഹിക്കുകയാണ്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമുക്കൊരു നരക ജീവിതം വേണമെന്ന്, അല്ലെങ്കിൽ ഈ ഭൂമിയിലാണെങ്കിലും, ഈ ഭൂമി കഴിഞ്ഞത് മീൻസ് മരണത്തിന് ശേഷമാണെങ്കിലും പരലോകത്ത് എത്തിയിട്ടാണെങ്കിലും നമുക്ക് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ഏറ്റവും ഒരു ബാഡ് സിറ്റുവേഷനിൽ നമ്മളെ കൊണ്ടെത്തിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ ആഗ്രഹിക്കാത്ത ആൾക്കാർ, തന്നെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഏറ്റവും നന്നായിട്ട് ഞാൻ എന്നെ പൊസിഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, അവർ ഇവിടെ തന്നെ അത് പ്രാക്ടീസ് ചെയ്യണം. അതെങ്ങനെയാ വെച്ചാൽ ദേ ആർ യൂട്ടിലൈസിങ് ദ ടൈം ഇൻ ദ ബെസ്റ്റ് പോസിബിൾ. ഏറ്റവും നന്നായിട്ട് അവർ അതുകൊണ്ട് തന്നെ ഒരിക്കലും അവരുടെ സമയം അവർ പാഴാക്കില്ല, ഒരിക്കലും അവർ പാഴാക്കില്ല. എന്തൊക്കെ പ്രാക്ടീസസ് ആണോ, ഏതൊക്കെ സമയത്താണോ ചെയ്യേണ്ടത്, അത് നോക്കി ആ കറക്റ്റ് ടൈമിന് അവരത് ചെയ്തു പോകും എന്നുള്ളതാണ്. ഒരിക്കലും അത് വിട്ടിട്ടുള്ള ഒരു കളി അവർക്കില്ല. പ്രാർത്ഥന ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അവർ നല്ലത് മാത്രമേ സംസാരിക്കൂ, നല്ല ആൾക്കാരുടെ കൂടെ നടക്കുള്ളൂ, നല്ലത് മാത്രമേ ചെയ്യുള്ളൂ. ബിക്കോസ് ദേ ബിലീവ് ഇൻ ദ ടൈം. നമ്മൾ വിചാരിക്കും ഒന്ന് അപ്പുറത്ത് പോയിട്ട് ഒന്ന് സൊറ പറഞ്ഞാൽ അപ്പുറത്ത് എന്താണ് നടക്കണമൊക്കെ ഒന്ന് നോക്കി പറയാം. നോ, ദേ വിൽ നെവർ ഡു ദാറ്റ്, ബിക്കോസ് ദേ നോ ദ വാല്യൂ ഓഫ് ടൈം. അപ്പൊ ആ സമയത്ത് അവർ കൂടുതൽ സ്പിരിച്വൽ പ്രാക്ടീസസിലായിരിക്കും അവർ ഇൻവോൾവ് ആവുക. ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ റിഫ്ലക്ഷൻ ഓഫ് ദ സെൽഫ് ലവ്, ബിക്കോസ് ഈ സെൽഫ് ലവ് ഈസ് റിലേറ്റഡ് ടു ദ ക്വാളിറ്റി ഓഫ് ടൈം. ഇങ്ങനെയും നമുക്ക് പറയാം. മാത്രമല്ല നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ, നമ്മൾ ഏറ്റവും കൂടുതൽ പാഴാക്കുന്ന ഒരു മനുഷ്യന് ഒരേപോലെ കൊടുത്തിട്ടുള്ള കാര്യമാണ് ഈ സമയം എന്ന് പറയുന്നത്. ഈ സമയത്തെ പോലെ തന്നെ ഒരാൾ ഏറ്റവും കൂടുതൽ വേസ്റ്റ് ആക്കുന്ന ഒരു കാര്യമാണ് ആരോഗ്യം. ഈ രണ്ട് കാര്യങ്ങളാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ പാഴാക്കി കളയുന്നത്. അതിൽ യാതൊരു ഇതില്ല. നമുക്ക് തന്നെ നമ്മളെ പാസ്റ്റ് ലൈഫ് ആലോചിച്ചാൽ മതി. വിദ്യാർത്ഥി ജീവിതമായാലും വേറെ എന്ത് ജീവിതമായാലും ഒരുപാട് സമയം നമ്മൾ എന്താണ് വേസ്റ്റ് ആക്കി പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു സ്പിരിച്വൽ ലെവലിലും നമുക്ക് ഇതിനെ കുറിച്ചിട്ട് നമുക്കൊരു ഉത്ബോധനം തരുന്നുണ്ട്. വി ഹാവ് ടു യൂട്ടിലൈസ് അവർ ടൈം എന്നുള്ളത്. സോ ഇതിലൊക്കെ നമ്മളെ ടൈമിനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. സോ ഇനി നമുക്ക് ഏകദേശം ചെറിയൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ചെറിയ കുറച്ച് ടെക്നിക്സിലേക്ക് നമുക്ക് പോവാം. ചെറിയ കുറച്ച് ടെക്നിക്സിലേക്ക് ഞാൻ പറഞ്ഞു വരാം. സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്സ് ആണ്, എല്ലാവർക്കും അറിയുന്ന ടെക്നിക്സ് ആണ്. അപ്പം ഇതെന്താണെന്നുള്ള ഫസ്റ്റത്തെ എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഫസ്റ്റിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ടു ഡു ലിസ്റ്റ് എഴുതുക എന്നുള്ളതാണ്. ഈ ടു ഡു ലിസ്റ്റ് എഴുതുക എന്തിനാ വെച്ചാൽ, ചിലർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും, ചിലർ പ്രാക്ടീസ് ചെയ്തിട്ട് നടപ്പിലാക്കാൻ പറ്റാത്തവരുണ്ടാവും, ചിലവർക്ക് കേട്ടിട്ടുണ്ടാവും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല, പല കാറ്റഗറീസിലും ഉണ്ടാവും. ഈ ടു ഡു ലിസ്റ്റ് എഴുതുമ്പോൾ പൊതുവെ ചിലർ പറയും അന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഒന്ന് ഇരുന്ന് എഴുതിയാൽ മതി എന്ന് പറയും. ബട്ട് വാട്ട് ഐ റെക്കമെൻഡ് ഇസ് ദാറ്റ് ഈ ടു ഡു ലിസ്റ്റ് എഴുതുമ്പോൾ നമ്മൾ തലേന്ന് രാത്രി തന്നെ ചെയ്യുക എന്നുള്ളതാണ്. തലേന്ന് രാത്രി ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതാകുമ്പോൾ നമുക്ക് അന്ന് രാവിലെ എഴുന്നേറ്റപ്പം മുതൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും പ്ലാൻഡ് ആയിട്ട് നമുക്ക് ആ ദിവസത്തെ കൊണ്ടുപോവാം എന്നുള്ളതാണ്. പിന്നെ അവിടെ അന്ന് രാവിലെ എഴുന്നേറ്റ് നമുക്ക് ഒരു ലാഗിങ് വരില്ല. എന്താണോ ചെയ്യേണ്ടത് അതിനനുസരിച്ച് ഇങ്ങനെ 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 നമുക്ക് ചെയ്തു പോകാം. സോ എപ്പോഴും രാത്രി തന്നെ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അതാവുമ്പം പിറ്റേന്ന് നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ടു ഡു ലിസ്റ്റ് എഴുതുമ്പം അതെല്ലാം കുറേ വാരി വലിച്ച് എഴുതരുത്. നമുക്ക് ആ ഒരു ദിവസം എന്തൊക്കെ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഏകദേശ ധാരണ നമുക്ക് ഉണ്ടാവുമല്ലോ. ആ ധാരണ വെച്ചിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്താൽ മതി. അതിന്റെ അപ്പുറത്തേക്കൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തത് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് നമുക്ക് ചെയ്യാനും പറ്റൂല. പിന്നെ നമ്മൾ കൂടുതൽ ടയേർഡ് ആവും, ലേസി ആവും. ഓ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടൊന്നും. അപ്പൊ ലാസ്റ്റത്തെ ഡേ, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എന്താ സംഭവിക്കുക വെച്ചാൽ, ഓ നമ്മൾ എക്സോസ്റ്റഡ് ആവും, ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടന്നിട്ടില്ലല്ലോ എന്നുള്ള ഫീലിംഗ് ആയിരിക്കും വരിക. സോ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ള രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ അച്ചീവ് ചെയ്തൊരു ഫീലിംഗ് ആണ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് കിട്ടുക. പിന്നെ ഇതേപോലെ നമ്മൾ ടു ഡു ലിസ്റ്റ് എഴുതുമ്പോൾ ആ ലിസ്റ്റിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്യണം, പ്രയോറിറ്റൈസ് ചെയ്യണം. ഈ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതാണ് എനിക്ക് ഏറ്റവും ചെയ്യാനുള്ളത്. സോ ഞാൻ ആദ്യം ഇത് ചെയ്യും, ഇത് രണ്ടാമത്തത് ഇതാണ് എനിക്ക് ചെയ്യേണ്ടത്, മൂന്നാമത്തത് ഇതാണ് ചെയ്യേണ്ടത്, നാലാമത്തത് ഇതാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, പ്രയോറിറ്റൈസ് ചെയ്തിട്ട് തന്നെ വേണം എന്ത് ചെയ്യുന്നത്, ഈ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ, നമുക്ക് അന്ന് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വേറെ എന്തൊക്കെയോ നമ്മൾ ചെയ്ത് തീർക്കുകയും ചെയ്യും. പിന്നെ വേറെ ഈ ടു ഡു ലിസ്റ്റ് എഴുതുന്നോണ്ടുള്ള പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ വിചാരിക്കും എന്തിനാ ഇപ്പൊ ടു ഡു ലിസ്റ്റ്, നാളെ ഏകദേശ ധാരണ എന്റെ മൈൻഡിലുണ്ടല്ലോ, അപ്പൊ അതിങ്ങനെ പക്ഷെ പിറ്റേന്ന് ചിലർക്കൊന്നും ചിലപ്പോൾ ആ കാര്യങ്ങൾ ചിലപ്പോൾ വിട്ടുപോയി എന്ന് വരാം. മറവി ഉള്ളത് കൊണ്ട് ചിലപ്പോൾ വിട്ടുപോയി എന്ന് വരാം. സോ ഈ മറവിയെ ഓവർകം ചെയ്യാനും നമുക്ക് ഓർത്തെടുക്കുമ്പോൾ നമുക്ക് കുറെ സമയം എടുക്കും. ഇതിപ്പോ എന്തേലും ഞാൻ എന്തോന്ന് വിചാരിച്ചിരുന്നില്ല, അതിപ്പോ എന്തേലും കുറച്ച് മറന്നുപോയി എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കും.
അപ്പൊ കുറെ ടൈമാണ് അവിടെ പോകുന്നത്. പക്ഷെ എഴുതി വെക്കുകയാണെങ്കിൽ നമ്മൾ ഈസിയാ, ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് എന്താ, ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് എന്താ, ആ ഒരു മോഡിൽ വേണം നമ്മളത് ചെയ്ത് തീർക്കാൻ. ആ ഒരു മൂഡിലുമാണ് ചെയ്തത്. എല്ലാവരും ഒന്ന് കഴിഞ്ഞ് കുറച്ച് ഞാൻ റെസ്റ്റ് എടുക്കട്ടെ, ഒരു അടുത്തൊരു മണിക്കൂർ റെസ്റ്റ് എടുക്കുക, ആ ഒരു എന്താണോ ഒന്ന് കഴിഞ്ഞ് പിന്നെ അടുത്തത് വേഗം പോരണം. ആ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ടു ഡു ലിസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പം ചിലൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ടു ഡു ലിസ്റ്റുകൾ എഴുതി 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 അവർ നല്ലൊരു ലിസ്റ്റ് മേക്കർ ആയിട്ടുണ്ടാവും. നന്നായിട്ട് ലിസ്റ്റ് ഉണ്ടാക്കാൻ അവർ പഠിച്ചിട്ടുണ്ടാവും. സോ അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ഒരു നല്ല ലിസ്റ്റ് മേക്കർ ആവുന്നതിന് പകരം ഈ ടു ഡു ലിസ്റ്റ് ചെയ്ത് അതിലെ കാര്യങ്ങളൊക്കെ എഴുതുമ്പം ആ കാര്യങ്ങൾ ഏത് സമയത്ത് ചെയ്യണം, എത്ര സമയം എടുക്കണം എന്നുകൂടെ ആലോചിച്ചിട്ട് വേണം നമ്മള് പിന്നെ എഴുതാൻ. ഓക്കെ, ആ ടു ഡു ലിസ്റ്റ് നമ്മൾ അങ്ങനെ വേണം എഴുതാൻ. അതായത് ടൈം നമ്മൾ ബ്ലോക്ക് ചെയ്യണം. ടൈം ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ആഹ് ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ടു ഡു ലിസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതായത് നമ്മളൊരു ലിസ്റ്റ് മേക്കർ ആവുന്നതിനേക്കാൾ ഉപരി നമ്മൾ ആ ടൈമും കൂടെ ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഈ ടു ഡു ലിസ്റ്റ് കൊണ്ടുപോകാൻ പറ്റുക. പിന്നെ ഇതേപോലെ ഈ ടു ഡു ലിസ്റ്റ് പോലെ തന്നെ വേറൊരു ലിസ്റ്റും കൂടെ ഉണ്ട്. ഒറ്റ സെക്കൻഡ്. സോറി, ചെറിയൊരു ഇതിന് വേണ്ടിയിട്ട് പോവാം, മീൻസ് ചാർജിങ് ഒന്ന് കണക്ട് ചെയ്യാൻ പോയതായിരുന്നു. അപ്പം ഈ ടു ഡു ലിസ്റ്റ് പോലെ തന്നെ വേറൊരു ലിസ്റ്റും കൂടെ ഉണ്ട്, നോട്ട് ടു ഡു ലിസ്റ്റ് എന്നുള്ളത്. അപ്പൊ നോട്ട് ടു ഡു ലിസ്റ്റിൽ ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ സമയം പോകുന്നത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ചിലപ്പോൾ നമ്മളെ ഫ്രണ്ട്സിനെ വിളിക്കുമ്പോൾ നമുക്ക് സമയം പോകും, അല്ലെങ്കിൽ ഇതേപോലെ ആവശ്യമില്ലാതെ ഫോൺ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് സമയം പോകും. ഇത് ഫോണിൽ നോക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, ഫ്രണ്ട്സിനെ വിളിക്കേണ്ട എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു പരിധിയിലധികം അത് പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ഹാവ് ടു കട്ട് ഓഫ് ദാറ്റ്. എന്നിട്ട് നമ്മൾ അതിന് ടൈം അലോട്ട് ചെയ്യണം. ആ ടൈം അലോട്ട് ചെയ്ത് ആ ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തീർക്കണം എന്നുള്ളത്. സോ നോട്ട് ടു ഡു ലിസ്റ്റും ഇസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ടു ദാറ്റ് ഓഫ് ടു ഡു ലിസ്റ്റ്. ഇതൊക്കെ ഏറ്റവും ഒരു ദിവസം ഏറ്റവും നന്നായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ് ടു ഡു ലിസ്റ്റും നോട്ട് ടു ഡു ലിസ്റ്റും, ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഇതേപോലെ തന്നെ ഒരിക്കൽ എൻ്റെ ക്ലയന്റ് പറഞ്ഞൊരു കാര്യമാണ്, ഈ വീട്ടിലെ പിന്നെ നമ്മള് പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാവുമ്പോൾ കുറേ സാധനങ്ങൾ അങ്ങനെ പരക്കെ നിരത്തിയിട്ടിട്ടുണ്ടാവും അല്ലെ. ഈ നിരത്തിയിടുന്നതിന് പകരം നമ്മൾ ആ നിരത്തിയിടുമ്പോൾ തന്നെ ഒന്ന് നമ്മൾ ഇട്ട് നിരത്തിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുത്തു വെക്കാൻ ഒരു ടൈം വേണം. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ, ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങൾ നോക്കിയാൽ കിട്ടൂല, നോക്കിയാൽ കാണില്ല, ഫുള്ള് തിരയിലായിരിക്കും. കാരണം അത് അവിടെയും ഇവിടെയും ഇവിടെ ഒക്കെ അങ്ങനെ അയച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഇതിലൊന്ന് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, എല്ലാ കാര്യത്തിനും നമ്മൾ ഒരു പ്രോപ്പർ പൊസിഷനും പ്ലേസ് നമ്മൾ അലോട്ട് ചെയ്യാന്നുള്ളത്. ഈ സാധനം എനിക്ക് ഇന്ന സ്ഥലത്താണ് വെക്കേണ്ടത്. അത് അവിടുന്ന് നമ്മൾ ആ ഒരു കാര്യം എടുത്തതിന് ശേഷം നമ്മൾ അവിടെ തന്നെ തിരിച്ചു വെക്കുകയാണെങ്കിലാണ് ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. അല്ലാണ്ട് നമ്മളൊരു കാര്യം എടുത്ത് പിന്നെ അത് എപ്പോഴോ വെച്ച് പിന്നെ നമുക്ക് എപ്പോഴോ ഓർമ്മ വരുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിന് വേണ്ടി ഇങ്ങനെ തെരഞ്ഞു നടക്കും. സംഭവം ഇത് നമുക്ക് ചെറിയ കാര്യമായിട്ട് തോന്നും, ഒരു 5 മിനിറ്റ് തെരഞ്ഞാൽ പോരെ, ചിലപ്പോൾ 2 3 മിനിറ്റ് തെരഞ്ഞാൽ മതിയാവും. പക്ഷെ ഇങ്ങനെ ഓരോ കാര്യത്തിനും നമ്മൾ ഇങ്ങനെ 5 10 3 മിനിറ്റ് ഇങ്ങനെ തെരയുമ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇതൊരു വലിയ സമയമായിട്ടുണ്ടാവും. ഇത് ഒരു ദിവസത്തെ കാര്യം പല പല കാര്യങ്ങൾക്ക്. ഇനി ഇതേ സാധനം എന്നും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക എത്ര ടൈമാണ് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല, നമ്മളിങ്ങനെ ഓരോ ദിവസം നമ്മളിങ്ങനെ തെരഞ്ഞ് തെരഞ്ഞ് നടക്കുമ്പോൾ നമ്മളും അറിയാതെ നമുക്കൊരു ഫ്രസ്ട്രേഷൻ വരും, നമുക്കൊരു ഇറിറ്റേഷൻ എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ട് വരും അല്ലേ. അത് നമുക്ക് ഒരു കാംനെസ് ഉണ്ടാവില്ല, എപ്പോഴും ഇങ്ങനെ ഒരു എന്താ പറയാ, മനസ്സിൽ ഇങ്ങനെ 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 ഈ ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. സോ ഈ കാര്യങ്ങളൊക്കെ അതത് പൊസിഷനിൽ എന്താണോ എടുക്കുന്നത് അത് അപ്പൊ തന്നെ അവിടെ തിരിച്ചു വെക്കേണ്ടത്, തിരിച്ചു വെക്കുമ്പോൾ അതേ പൊസിഷനിൽ തന്നെ നമ്മൾ തിരിച്ചു വെക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ ബെസ്റ്റ് തിങ്. അതൊരിക്കലും അവിടെ സ്ഥാനം മാറിപ്പോയില്ല. അതുകൊണ്ട് തന്നെ എവിടെ ഈ ഒരു സാധനം എവിടെയെന്ന് ഒരാൾ ചോദിക്കുമ്പോൾ അത് ഇന്ന സ്ഥലത്ത് ഇന്ന പൊസിഷനിൽ ഉണ്ട് എന്ന് നമുക്ക് കറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെ കറക്റ്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് എടുക്കാനും സുഖമാണ്, നമുക്ക് ഒരുപാട് സമയവും ലാഭമാണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമുക്കിങ്ങനെ കുറേ സമയം ഓരോ ദിവസവും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വേസ്റ്റ് ആയി പോകുന്നത്
നമുക്ക് തടയാം. പിന്നെ വേറൊരു രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മളെല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവൂലേ? എല്ലാവർക്കും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളെ മേലെ നമ്മൾ ചിന്തിക്കാത്ത മനുഷ്യന്മാരും കുറവാണ്. കാരണം നാച്ചുറലി നമ്മൾ ചിന്തിച്ചു പോകും. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ? ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ? ചിലർക്ക് ജോലി കിട്ടാത്തതിന്റെ പ്രശ്നമാവും, ചിലർക്ക് കല്യാണം നടക്കാത്തതിന്റെ പ്രശ്നമാവും, ചിലർക്ക് പഠിത്തത്തിനെ കുറിച്ചിട്ടുള്ളതായിരിക്കും. എന്തൊക്കെയോ ഇൻസെക്യൂരിറ്റീസും ഫിയറും ഡൗട്ടും കാര്യങ്ങളൊക്കെ എല്ലാവരുടെ ലൈഫിലുണ്ട്. ചിലപ്പോൾ ചിലർക്ക് ഹെൽത്ത് ആയിരിക്കും, ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് കാര്യമായിരിക്കും. പക്ഷെ എന്ത് തന്നെയായാലും ഇത് ഒരു പ്രശ്നം നമുക്കുണ്ടെങ്കിൽ, ചെറുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും ഒരു ഇപ്പൊ ഞാൻ വലുതൊന്നും ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ കേസ് ആയിരിക്കും. അപ്പൊ ഈ ചെറിയൊരു പ്രശ്നത്തിന്റെ മേലെ പ്രശ്നമുണ്ടെങ്കിൽ നമ്മളൊരു നേച്ചർ അനുസരിച്ച്, ഹ്യൂമൻ നേച്ചർ അനുസരിച്ച് വാട്ട് ഹാപ്പൻസ് ഇസ് ആയിട്ട് ആ പ്രശ്നത്തെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. നോൺ സ്റ്റോപ്പ് ആയിട്ട് അൺലിമിറ്റഡ് തിങ്കിങ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം അതൊരു പ്രശ്നമാണല്ലോ. അതൊരു പ്രശ്നം നമുക്ക് വലുതാണ്. അപ്പൊ നമുക്ക് എന്തായാലും അത് നിർത്താൻ പറ്റില്ല. സോ ഈ പ്രശ്നത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഇതിനൊരറ്റം ഉണ്ടാവില്ല. ഇതിനൊരറ്റം ഉണ്ടാവില്ല. ഇതിങ്ങനെയും വട്ടത്തിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ സമയം താന്നറിഞ്ഞു പോകും. നമുക്ക് മനസ്സിലാവില്ല. അതേസമയം നമ്മൾ ഫോക്കസ് ചെയ്ത് നല്ലൊരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഐഡിയ കിട്ടും. അതിൽ ഫോക്കസ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ഐഡിയ കിട്ടും. പക്ഷെ നമുക്ക് ഒരു ക്ലൂ ഇല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, വെറി ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ എത്ര ചിന്തിച്ചാലും നമുക്ക് മതിയാവില്ല എന്നുള്ളതാണ്. എത്ര ടെൻഷൻ അടിച്ചാലും മതിയാവില്ല, എത്ര സ്ട്രെസ് അടിച്ചാലും മതി. തന്നെ നമ്മളെങ്ങനെ ചിന്തിച്ച് തന്നെ നമ്മൾ 100 വട്ടം 1000 വട്ടം ചിന്തിക്കാൻ നമുക്ക് ഒരു മടിയും ഉണ്ടാവില്ല. കാരണം അതൊരു ഹരായിട്ട് ലഹരിയായിട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇങ്ങനെ വെറീസ് അല്ലെങ്കിൽ ആങ്സൈറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എന്താ വെച്ചാൽ അത് നിങ്ങളെ പ്രൊഡക്ടിവിറ്റീനെ ബാധിക്കുന്നുണ്ട്, നിങ്ങളെ ജോലിയെ ബാധിക്കുന്നുണ്ട്, നിങ്ങളുടെ കുട്ടികളോട് അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനോട് അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരോടുള്ള പെരുമാറ്റത്തെ വരെ അത് ബാധിക്കുന്നുണ്ട്. നിങ്ങളെ ടൈം ഇങ്ങനെയും പോവാണ്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ള ടൈമാണ്, എന്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ടൈമാണ്. ആ സമയമൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ. സോ ഇങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമുക്ക് വെറി ചെയ്യാനായിട്ട് ചെറിയൊരു ടൈം മാറ്റി വെച്ചാൽ വളരെ നല്ലതായിരിക്കും. അതായത് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ, അതൊരു 10 മിനിറ്റ് ആവാം, 15 മിനിറ്റ് ആവാം, അരമണിക്കൂറാവാം. അരമണിക്കൂറിന്റെ അധികം പോകരുത് കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്തിന്റെ ഉള്ളില് ഈ സമയം ഞാൻ ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ ഇതിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ, അതൊരു പോസിറ്റീവായിട്ട് അത് ജേർണലിംഗ് ഒക്കെ ചെയ്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങളെ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് അത് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു വെറി ടൈം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു ടൈം കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ, നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ ഷിഫ്റ്റ് ചെയ്യും, നല്ല രീതിയിൽ ഒരു മാറ്റം കാണാൻ പറ്റും. അതല്ലെങ്കിൽ എന്താ സംഭവിച്ചത്, നമ്മൾ വെറി ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടല്ല നമ്മൾ ഇതൊന്നും ചിന്തിക്കുന്നത് അല്ലേ? എനിക്കിത് ആലോചിക്കണം, എനിക്ക് എന്റെ ആരോഗ്യം പ്രശ്നമാണ്, നമ്മൾ അറിയാതെ നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. അത് നമുക്ക് പോലും കൺട്രോൾ ഇല്ലാത്തൊരു ചിന്തകൾക്ക് മേലും നമുക്ക് കൺട്രോളിങ് വരിക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പം ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഓക്കെ, എനിക്ക് പ്രശ്നമുണ്ട്, ഇതിന് ഞാൻ എന്തായാലും കുറച്ച് ചിന്തിക്കും. ആ ചിന്തിക്കുന്നത് ഞാൻ ഇന്ന സമയത്തിലേക്ക് ഞാനത് അങ്ങോട്ട് മാറ്റി വെക്കാന്ന് വിചാരിച്ച്, കാരണം ചിന്തിച്ചില്ലെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടല്ലോ, മനസ്സമാധാനം കിട്ടില്ലല്ലോ. അപ്പൊ ഇന്ന സമയത്തേക്ക് ഞാൻ എത്ര സമയം അത് മാറ്റി വെക്കാന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സമാധാനമാണ്. യെസ്, ഞാൻ പ്രശ്നത്തിന് വേണ്ടി ചിന്തിക്കാൻ ഞാൻ കുറച്ച് സമയം ചെലവഴിക്കുന്നു എന്നുള്ള ഒരു സമാധാനം നമുക്ക് ഉണ്ടാവും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയം, നമ്മുടെ ടൈമിന്റെ ക്വാളിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. നമ്മൾ പ്രത്യേകിച്ചും ലേഡീസ് ഒക്കെ ആകുമ്പോൾ മൾട്ടി ടാസ്കിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഈ ടെൻഷൻ അടിച്ചുകൊണ്ട് നമ്മൾ അടുക്കള കയറിയാല് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഒരു രുചിയും ഉണ്ടാവില്ല. അതിന്റെ ഇടയ്ക്ക് മക്കൾ വന്ന് എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചാൽ നമ്മൾ പൊട്ടിത്തെറിയായിരിക്കും അല്ലെ? കുക്കർ വിസിലടിക്കുന്നതിന് വരെ നമ്മൾ വിസിലടിക്കാൻ തുടങ്ങും. സോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, വെറി ചെയ്യാൻ കുറച്ച് സമയം മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഇതിലെ വേറൊരു രസം എന്താ വെച്ചാല്, ഇത് നമ്മൾ കണ്ട് ശീലിച്ചതാണ് ഇതൊക്കെ അല്ലെ? നമ്മൾ കണ്ട് ശീലിച്ചതാണ്, കേട്ട് ശീലിച്ചതാണ്, അനുഭവിച്ചറിഞ്ഞത് നമ്മളെ വീട്ടിലൊക്കെ സ്ഥിരം സംഭവിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ സംബന്ധിച്ച് ഇതൊരു പുതിയൊരു വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. മീൻസ് ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, ഇങ്ങനെയൊക്കെയാണ് ജീവിതം എന്നൊക്കെ രീതിയിലാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണുന്നത്. ഒരു പുതിയ കാര്യമൊന്നുമല്ല. ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരെയും ജീവിതം, എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നമല്ല, ആരും അങ്ങനെ ടെൻഷൻ അടിക്കുന്നു ഈ ഒരു രീതിയിലാണ് എല്ലാവരും ഇത് നോക്കിക്കാണുന്നത്. ആക്ച്വലി നിങ്ങൾ നോക്കൂ, ആക്ച്വലി നമുക്ക് എവിടെയോ ഇത് മോഡൽ ചെയ്ത് പോകുന്നതാ നമ്മുടെ ലൈഫിൽ. നമ്മളെ ഉള്ളിൽ എവിടെയോ പ്രോഗ്രാം ആയിട്ട് കയറിപ്പോയതാ. എങ്ങനെ?
ഇനി നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെയും ടെൻഷൻ അടിക്കണം, ഇങ്ങനെ എല്ലാവരോടും വിളിച്ച് പറയണം, നമ്മുടെ സങ്കടങ്ങൾ ഇങ്ങനെയും വിളിച്ച് ഷെയർ ചെയ്യണം. ഈ ഷെയർ ചെയ്യുമ്പോൾ പോലും നമ്മൾ ടെൻഷൻ അടിക്കണം, ആവലാതിയാണ്. അപ്പൊ ദിസ് ഇസ് എ മോഡൽ ദാറ്റ് വി ഗോട്ട് ഫ്രം അവർ സറൗണ്ടിങ്സ്, അല്ലെ? അപ്പം ഇതൊക്കെ ഒരു പ്രോഗ്രാംസ് ആണ്, ഇതൊക്കെ നമ്മളെ ഉള്ളിലേക്ക് കയറിപ്പോയ പ്രോഗ്രാംസ് ആണ്. അപ്പൊ ഇത് നമ്മളെ ഉള്ളിലേക്ക് ഈ പ്രോഗ്രാംസ് കയറി പോയിട്ടുണ്ട് എന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് നമ്മുടെ സമയം കൊല്ലുന്നു എന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മുടെ സമയം വേസ്റ്റ് ആയി പോകുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ ഇനിയെങ്കിലും നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡു റീപ്രോഗ്രാം യുവർ. ഇത് നമ്മളെ മൈൻഡിനെ നമ്മൾ റീപ്രോഗ്രാം ചെയ്തെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഓവർ തിങ്കിങ്, ഈ ആങ്സൈറ്റീസ്, ഈ സ്ട്രെസ് കാര്യങ്ങളൊക്കെ പോകും. പലപ്പോഴും പലരും ചില ക്ലയൻസ് ഒക്കെ എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, എനിക്ക് എന്റെ ചിന്തകൾ ഓഫാക്കാൻ പറ്റുന്നില്ല. സാധാരണ നമുക്ക് സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് ഓഫ് ആക്കും, പക്ഷെ നമ്മുടെ ചിന്തകൾ ഓഫാക്കാൻ പറ്റുന്നില്ല എന്ന് പറയാം. ചിന്തകളെ നമുക്ക് ഒരിക്കലും ഓഫാക്കാൻ പറ്റില്ല, പക്ഷെ അത് നമ്മ ചിന്തകൾ, അതായത് നെഗറ്റീവ് തോട്ട്സ് ആണെങ്കിൽ നമുക്ക് അതിനെ വഴിതിരിച്ചു വിടാൻ പറ്റണം, നമുക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റണം. ബട്ട് ജസ്റ്റ് ആൻഡ് ഫോക്കസ് ഓൺ ടു ദ പോസിറ്റീവ് തിങ്കിങ് ഓർ പോസിറ്റീവ് തോട്ട്സ്. അങ്ങനെ ആകുമ്പോൾ ഓക്കെ, ഇറ്റ് ഇസ് ഓക്കെ. പക്ഷെ എപ്പോഴും നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ ഇങ്ങനെ നെഗറ്റീവ്സ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ബിക്കോസ് നമ്മളെ ഉള്ളിൽ അതും റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്, നമ്മളെ ഉള്ളിൽ നെഗറ്റീവ് തോട്ട്സിന്റെ പ്രോഗ്രാംസ് ഉണ്ട് എന്നുള്ളതാണ്. സോ അവിടെ നമ്മൾ നമ്മളെ മൈൻഡിനെ പ്യൂരിഫൈ ചെയ്യണം. അവിടെ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള പ്രോഗ്രാംസിനെ നമ്മൾ മാറ്റണം. ആൻഡ് ഇഫ് യു ആർ വില്ലിംഗ് ടു റീപ്രോഗ്രാം യുവർ മൈൻഡ്, നമ്മൾ അടുത്ത ആഴ്ച റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പ് ഉണ്ട്, ഡു കണക്ട് മീ, വി ക്യാൻ ജോയിൻ. ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ലാസ്റ്റ് ടിപ്പായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ആഹ് ഈ സ്ഥിരം കേൾക്കുന്ന ഡയലോഗാണ് സമയമില്ല, സമയമില്ല, സമയമില്ല എന്നുള്ളത്. അപ്പൊ എല്ലാരും പറയും അല്ലെ, സമയമില്ല. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്ന ഈ മോഡേൺ ഈ ഒരു ഇറയിലാണ് ഈ കൂടുതൽ കാര്യങ്ങൾ. നമ്മൾ പണ്ടത്തെ ആൾക്കാരൊന്നും അങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല, അല്ലെ? സമയമില്ല എന്ന് അവർ പറയുന്നത് കുറവായിരിക്കും. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇപ്പോഴത്തെ ഈ ഒരു മോഡേൺ വേൾഡിലാണ് നമുക്ക് എല്ലാ സുഖങ്ങളും ഉള്ളത്, എല്ലാ സൗകര്യങ്ങളും ഉള്ളത്, എല്ലാ ഓപ്ഷൻസും ഉള്ളത്, അല്ലെ? നമുക്കൊരു പുതിയൊരു കറി വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള ടൗണിൽ പോയാൽ നമ്മൾ എല്ലാ സാധനങ്ങളും കിട്ടും വിത്തിൻ മിനിറ്റ്സ്, അല്ലെ? പെട്ടെന്ന് നമുക്ക് കിട്ടും. ഈവൻ ഹോം ഡെലിവറി വരെ നമുക്ക് ഉണ്ടാവും. സോ നമ്മള് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. പണ്ടത്തെ ആൾക്കാർക്ക് അത്ര ഓപ്ഷൻസ് ഇല്ലായിരുന്നു. അവര് എന്താണ് ചിലപ്പോൾ പൂള വെക്കണമെങ്കിൽ എന്താണ് പറമ്പ് പോയി പൂള കഴിച്ചു കൊണ്ടുവന്ന് അടുപ്പത്ത് വെക്കും. ആൻഡ് ദേ നെവർ കംപ്ലൈന്റ് അബൌട്ട് ദ ടൈം. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, നമുക്ക് പൂളൊന്നും പോരാ, പൂളക്ക് കറി വേണം, ചമ്മന്തി വേണം, വേറെ പൂളന്റെ ഒപ്പം വേറെ എന്തെങ്കിലും ഡിഷ് വേണം. ലൈക്ക് കപ്പയാണ് കേട്ടോ, നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെയാണ് പറയാ, ടപ്പ്യൂക്ക. അപ്പം ഇത് അങ്ങനെ പറയും. അപ്പം ആക്ച്വലി ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് കുറെ ഓപ്ഷൻസുകൾ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് എന്തില്ല, സമയമില്ല എന്നുള്ള ഒരു തോന്നൽ വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ടൈം ഇസ് എ ഫീലിംഗ്, ടൈം ഇസ് എ ഫീലിംഗ്. അപ്പൊ ഓപ്ഷൻസ് കൂടുന്തോറും നമുക്ക് ഇങ്ങനെ സമയമില്ല എന്നുള്ളൊരു തോന്നൽ. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ സമയമില്ല എന്ന് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ശരിക്കും ആക്ച്വലി സമയമില്ലാത്തത് കൊണ്ടായിരിക്കില്ല. നിങ്ങൾക്കുള്ള ഓപ്ഷൻസിന്, നിങ്ങളുടെ ഓപ്ഷൻസിലുള്ള പ്രയോറിറ്റി ലിസ്റ്റിൽ ഈ ഒരു കാര്യം വന്നിട്ടുണ്ടാവില്ല. നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ കുറെ ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ, ആ ഓപ്ഷൻ ലിസ്റ്റിലുള്ള പ്രയോറിറ്റി ആയിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് ഇത് തോന്നിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും പലരെയും വിളിക്കുമ്പോൾ പറയാം, ഓ എനിക്കിന്ന് തീരെ സമയമില്ല, ഇനി ഞാൻ ഭയങ്കര തിരക്കിലാണ്, അതുകൊണ്ട് ഞാൻ വിളിക്കാൻ വിട്ടുപോയതാന്ന് പറയും. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഇൻ യുവർ പ്രയോറിറ്റി ലിസ്റ്റ്. അല്ലാതെ നിങ്ങൾക്ക് സമയമില്ലാത്തത് കൊണ്ടല്ല. ആ ഒരു കാര്യം നിങ്ങൾക്ക് പ്രയോറിറ്റി ആണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ അത് കാര്യം ചെയ്തിരിക്കുന്നുണ്ട്. സോ ഓപ്ഷൻസ് കൂടുന്നത് കൊണ്ടാണ് ആക്ച്വലി നിങ്ങൾക്ക് സമയമില്ലാതെ നിങ്ങൾക്ക് ഇല്ലാതെ ആവുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. സോ ഒരിക്കലും ഈ സമയമില്ല, സമയമില്ല, സമയമില്ല എന്ന് വെറുതെ നിങ്ങൾ ആരോടും പറയരുത്. ഇപ്പൊ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളെ ഉള്ളിലോട് മീൻസ് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. എന്താ ആക്ച്വലി ഇതെനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണോ, ആക്ച്വലി ഈ സംഭവം എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഞാൻ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യാത്തത് കൊണ്ടാണോ എന്നുള്ളത്. സോ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ടോപ്പിക് ഇവിടെ ഡിസ്കഷൻ ക്ലോസ് ചെയ്യാണ്. സോ യൂട്ടിലൈസ് യുവർ ടൈം എഫക്റ്റീവ്ലി. നമുക്ക് ഒരുപാട് ഇത് കുറച്ച് ടിപ്സേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് ടിപ്സും ട്രിക്സും ടെക്നിക്സുകളൊക്കെ ഉണ്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മളെ ടൈമിനെ യൂട്ടിലൈസ് ചെയ്യാൻ, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റീവ് ആവാനും എഫിഷ്യന്റ് ആവാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളൂ. ആൻഡ് ഇഫ് യു ഫൈൻഡ് ദിസ് യൂസ്ഫുൾ, നിങ്ങൾ ഷെയർ ചെയ്യണം. ഇതേപോലെ തന്നെ നിങ്ങൾ കമന്റ്സിൽ പറയും വേണം, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾ ലൈഫിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടിപ്പ് ഏതാ, മീൻസ് ട്രിപ്പ് എന്ന് വായിപ്പോ, ഓക്കെ, ടിപ്പ് ഏതാണ്, ടെക്നിക്ക് ഏതാണ് എന്നൊക്കെ നിങ്ങൾ പറയണം. ഓക്കെ, ദിസ് ഇസ് ഓൾ അബൌട്ട് ടുഡേ സെഷൻ ആൻഡ് താങ്ക് യു ഓൾ.